ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കണം, സംസാരിക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഫോണിലൂടെ ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് പറ്റുന്ന 10 ഇംഗ്ലീഷ് വാചകങ്ങളാണ്. എന്തുകൊണ്ടാണ് 10 വാചകങ്ങൾ എന്നുള്ളത് ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോസിൽ പറയാറുണ്ട്. 100, 200, 300 ഒക്കെ പഠിക്കുന്നതിനേക്കാളും 10 സെൻറ്റൻസുകൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ സംഗതികൾ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഒത്തിരി സമയങ്ങളിൽ ചിലപ്പോൾ ഫോണിലൂടെ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട സിറ്റുവേഷൻ വരും ഇല്ലേ. പലപ്പോഴും നമ്മളൊരു ടെലിഫോണിക് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ വേണം നമ്മൾ മറുപടി കൊടുക്കാൻ, ഇംഗ്ലീഷിൽ വേണം സംസാരിക്കാനായിട്ട്. ചിലപ്പോൾ നമ്മളൊരു വേറൊരു സംസ്ഥാനത്തേക്ക്, വേറൊരു രാജ്യത്തേക്ക് ഒരു ട്രിപ്പ് പോകണമെങ്കിൽ, നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഇംഗ്ലീഷിൽ വേണം സംസാരിക്കാനായിട്ട്. അപ്പോൾ അതല്ലാതെ തന്നെ നമ്മളിപ്പോൾ ഒരു വോഡഫോൺ, എയർടെൽ അല്ലെങ്കിൽ ഒരു ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ളവരുടെ കസ്റ്റമർ കെയറിൽ വിളിക്കണമെങ്കിൽ പോലും നമുക്ക് ഇംഗ്ലീഷ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഫോണിലൂടെ സംസാരിക്കേണ്ട ഇംഗ്ലീഷ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ ഒരു കസ്റ്റമർ കെയറിലുള്ളവരോട് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ടതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നോർമലി ഒരാളുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട 10 സെൻറ്റൻസസ് ആണ് നമ്മൾ പഠിക്കണത്. അപ്പോൾ ബുക്ക് എടുക്കാത്തവരൊക്കെ ബുക്ക് എടുത്തോ, എഴുതാൻ തുടങ്ങിക്കോ. ചില ആളുകൾ പറയാറുണ്ട്, സാറേ വീഡിയോയ്ക്ക് സ്പീഡ് കൂടി പോകണം, എടുക്കാൻ പറ്റുന്നില്ല, പതിയെ കാണിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, നമുക്ക് പോസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, പോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ട സമയത്ത് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് എഴുതിയെടുക്കുക, അതിനുശേഷം വീണ്ടും പ്ലേ ചെയ്യുക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഫോൺ എടുത്തു, നമ്മൾ നമ്പറൊക്കെ അടിച്ചു, നമ്മൾ കോൾ ചെയ്യുകയാണ്. നമ്മൾ കോൾ ചെയ്യുമ്പോൾ അപ്പുറത്തെ എൻഡിലുള്ള ആൾ കോള് പിക്ക് ചെയ്തു എന്ന് വിചാരിക്കും. നമ്മൾ ആദ്യം എന്ത് പറയണം? റൈറ്റ്, ഓക്കെ. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരെ മനോഹരമായിട്ട് ഒരു വിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അയാളെ കിട്ടോ, ഇയാളെ കിട്ടോ, എനിക്ക് ഇന്ന ആളാണോ സംസാരിക്കണേ എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു വിഷ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു മാന്യതയാണ്, ഒരു മാനേഴ്സാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എന്ന് നമ്മൾ ആ സമയത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ വിഷ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയാം, നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാം, നമുക്ക് ഗുഡ് ഈവനിങ് എന്ന് പറയാം, നമ്മൾ ആദ്യം അവരൊന്ന് വിഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോൺ എടുത്തു, ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ്. ഓക്കെ, നമ്മൾ അങ്ങോട്ടാണ് വിളിക്കുന്നത്, നമ്മളൊരു വിഷ് കൊടുത്തു, ഗുഡ് മോർണിംഗ് എന്ന് വിഷ് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചോദിക്കും? നമ്മളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും അല്ലേ. ഓക്കെ, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഓൾറെഡി നമ്മുടെ നമ്പർ സേവ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് നമ്മളൊരു അൺനോൺ സ്പേസിലേക്കാണ്, നമുക്കറിയാത്ത ഒരാളുടെ അടുത്തേക്കാണ് നമ്മൾ ഈ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തണം. റൈറ്റ്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്കൊന്ന് പരിചയപ്പെടുത്താൻ പറ്റുക? നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കംപ്ലീറ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് പറയാം, ഞാൻ ലിൻഡോ ആണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ലിൻഡോ ആണ് വിളിക്കുന്നത് എന്ന് പറയാണ്. എങ്ങനെയാണ് നമുക്കത് ഇംഗ്ലീഷിൽ പറയാം? ദിസ് ഈസ് ലിൻഡോ സ്പീക്കിംഗ്, ദിസ് ഈസ് ലിൻഡോ സ്പീക്കിംഗ്. ഓക്കെ, ദിസ് ഈസ് ലിൻഡോ സ്പീക്കിംഗ്. ഓക്കെ, ഞാൻ ലിൻഡോ ആണ് സംസാരിക്കുന്നത്. ഓക്കെ, ലിൻഡോ സ്പീക്കിംഗ്. ഓക്കെ, ദിസ് ഈസ് ലിൻഡോ സ്പീക്കിംഗ്. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, ഇന്നൊരാളെ എനിക്ക് കിട്ടണമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇന്നൊരാളോട് എനിക്ക് സംസാരിക്കണമായിരുന്നല്ലോ എന്ന് പറയും അല്ലേ. ഓക്കെ, എനിക്ക് ജോണിനോടൊന്ന് സംസാരിക്കണം എന്ന് നമ്മൾ പറയാണ്. ഓക്കെ, അപ്പോൾ ഫോൺ എടുത്താണ് ആൾ ജോൺ അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ പറയാണ്, എനിക്ക് ജോണിനോടൊന്ന് സംസാരിക്കണം. എനിക്ക് ജോണിനോടൊന്ന് സംസാരിക്കണം എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? Can I speak to John please? Okay, can I speak to John please? Okay, എങ്ങനെ പറയാം? Can I speak to John please? അല്ലെങ്കിൽ നമ്മൾ പറയാണ്, എനിക്ക് ജോണോടൊന്ന് സംസാരിക്കണമായിരുന്നല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഒരു അതോറിറ്റി ഒക്കെ ഉണ്ട്, കുറച്ചും കൂടി നമുക്ക് ഒരു വോയിസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ്, എനിക്കൊന്ന് ജോണിനോട് സംസാരിക്കണമായിരുന്നല്ലോ. അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു ജോൺ. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു ജോൺ. ഓക്കെ, എങ്ങനെ പറയാം? ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു ജോൺ. അപ്പോൾ 2 രീതിയിൽ പറയാം. Can I speak to John please? അല്ലെങ്കിൽ നമുക്ക് പറയാം, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു ജോൺ. ഓക്കെ, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു ജോൺ എന്ന് നമുക്ക് പറയാം. ഓൾറൈറ്റ്, അപ്പോൾ ഈ ഏരിയ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇത് നോർമലി നമ്മുടെ എല്ലാ കോൺവെർസേഷനിലും ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒന്ന് എഴുതിയെടുക്കണം, എൻ്റെ ഒപ്പം ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും കൂടെ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി ഫോൺ എടുക്കുന്ന ആൾ നമ്മളോട് പറയാണ്, ഓക്കെ ഞാൻ ഒന്ന് ജോണായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ജോണിനൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവരെങ്ങനെയായിരിക്കും ഇംഗ്ലീഷ് പറയാം?
I'll connect you now. Okay, I'll connect you now. Okay, I will connect you now എന്നുള്ളതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ടാണ് പറയണത് എങ്ങനെ I'll connect you now. ഓക്കെ, ഞാനിപ്പോൾ ജോണായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഒന്നെങ്കിൽ അവർ ആ ഫോൺ കൊടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവർ ഇന്റർകോൾ വഴി ആ ഫോണിന് മറ്റൊരു ഫോണായിട്ട് കണക്ട് ചെയ്യുമായിരിക്കും. ഓക്കെ ഓക്കെ I'll connect you now. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാം. ഞാൻ ഇതെന്താ അവർ പറയുന്ന പോർഷനും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അവർ പറയണത് നമുക്ക് മനസ്സിലാവും കൂടെ വേണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനിയില്ല, നിങ്ങളാണ് കോൾ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് തിരിച്ചൊക്കെ പറയാൻ പറ്റണം. ഈ രണ്ട് കൂട്ടരെയും ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ആ ഭാഗം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ I'll connect you now. അപ്പോൾ ആ വ്യക്തി ഈ ജോണിന് കണക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ജോണ് വേറൊരു നല്ല കോളിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കും. അപ്പോൾ അവർ നമ്മളോട് പറയും സോറി കേട്ടോ, ആളിപ്പോൾ വേറൊരു കോളിലാണ്. ഓക്കെ, ആളിപ്പോൾ വേറൊരു കോളിലാണ്, ഇപ്പോൾ എടുക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? I'm sorry, he's on another call. ഓക്കെ, എങ്ങനെ പറയാം? I'm sorry, he's on another call. ഓക്കെ, സോറി കേട്ടോ, ആൾ വേറെ കോളിലാണ്. I'm sorry, he is on another call. ഓക്കെ, എങ്ങനെ പറയാം? I'm sorry, he's on another call. Alright. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പറയും സോറി കേട്ടോ, ഇപ്പോൾ പുള്ളിക്കാരൻ അവൈലബിൾ അല്ലേ. ചിലപ്പോൾ അയാൾക്ക് ഒരു കോൾ ആയിരിക്കാം, ചിലപ്പോൾ ഒരു മീറ്റിംഗ് ആയിരിക്കാം, ചിലപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ ഫോൺ എടുക്കാനായിട്ട് ഈ സമയത്ത് പുള്ളി അവൈലബിൾ അല്ല എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയാം? I'm sorry, he is not available at the moment. Okay, I'm sorry, he is not available at the moment. Okay, എങ്ങനെ പറയാം? I'm sorry, he is not available at the moment. Okay, ഈ സാധനം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. നമ്മൾ പലരെയും ഫോൺ ചെയ്യുമ്പോൾ ഈ ടെലികോളേഴ്സ് പലപ്പോഴും നമ്മളോട് പറയുന്ന ഒരു ഡയലോഗാണ് സോറി, ഹി ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ദ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹം ഇപ്പോൾ അവൈലബിൾ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് അപ്പം തന്നെ അവർ പറയും ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കും കേട്ടോ. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കും കേട്ടോ എന്ന് പറയല്ലേ, അതല്ലേ അതിൻ്റെ മാന്യതയും. ആളിപ്പോൾ അവൈലബിൾ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ശ്രമിക്കൂ, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വിളിക്കൂ എന്ന് പറയും. പ്ലീസ് കോൾ ബാക്ക് ലേറ്റർ. ഓക്കെ, അതിനെ അങ്ങനെയാണ് പറയാം. ഇങ്ങനെ പ്ലീസ് കോൾ ബാക്ക് ലേറ്റർ. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ. പ്ലീസ് കോൾ ബാക്ക് ലേറ്റർ. ഓക്കെ, എങ്ങനെ പറയാം? പ്ലീസ് കോൾ ബാക്ക് ലേറ്റർ. കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ. ഓക്കെ, പ്ലീസ് കോൾ ബാക്ക് ലേറ്റർ. അപ്പം നമ്മൾ പറയാണ് എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ട്, ഇനി എനിക്കറിയില്ലല്ലോ അദ്ദേഹം എപ്പോഴാണ് ഫ്രീ ആവാന്ന്. ജോൺ എൻ്റെ ഒരു വലിയ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാവും, ലിൻഡോ വിളിച്ചു എന്ന് പറയൂ. ഓക്കെ, ലിൻഡോ ആണ് വിളിച്ചതെന്ന് പറയും. എന്നിട്ട് അദ്ദേഹത്തോട് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാൻ പറയണേ. ഓക്കെ, അദ്ദേഹത്തോട് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാൻ പറയൂ. അദ്ദേഹത്തോട് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാൻ പറയൂ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കുഡ് യു ആസ്ക് ഹിം ടു കോൾ മീ? കുഡ് യു ആസ്ക് ഹിം ടു കോൾ മീ? ഓക്കെ, അദ്ദേഹത്തോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയൂ. കുഡ് യു ആസ്ക് ഹിം ടു കോൾ മീ? ഓക്കെ, കുഡ് യു ആസ്ക് ഹിം ടു കോൾ മീ? നിങ്ങൾ അദ്ദേഹത്തോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയൂ. ഓക്കെ, നമ്മളെങ്ങനെ ചോദിക്കുക? Could you ask him to call me? Okay, എൻ്റെ ഒപ്പം ഒന്നുകൂടി പറഞ്ഞു നോക്കിക്കേ. Could you ask him to call me? അപ്പോൾ ആ സ്ത്രീ ചോദിക്കുകയാണ് ഓക്കെ, ഞാൻ വിളിക്കാൻ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് അദ്ദേഹത്തോട് പറയണോ, ഞാൻ എന്തെങ്കിലും അദ്ദേഹത്തോട് പറയണോ എന്ന് ചോദിക്കും അല്ലേ. ഓക്കെ, മാന്യരായിട്ടുള്ള ആളുകൾ ചോദിക്കും ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും പറയണോ എന്ന് ചോദിക്കും. അപ്പം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? ഓക്കെ, വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറയണോ, എന്തെങ്കിലും കാര്യം പറയണോ, നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറയാം. എങ്ങനെ? വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? ഓക്കെ, വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? ഓക്കെ, പലപ്പോഴും നമ്മൾ ഫോൺ എടുത്ത് കഴിയുമ്പോൾ അവൈലബിൾ അല്ലാണ്ടായിരിക്കുമ്പോൾ പലപ്പോഴും ഈ ഫോൺ എടുത്ത ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്തെങ്കിലും പറയണോ, ഞാൻ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കും അല്ലേ. അതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം കേട്ടോ. എങ്ങനെ? വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? ഓക്കെ, വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? ഓക്കെ, ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടിയാലും നിങ്ങൾക്ക് പറയാം വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്. ഇനി നമ്മളൊന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, നമ്മളിനി പരിചയപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ നോർമലി റിസപ്ഷനിസ്റ്റ് ചോദിക്കും ഈ വിളിക്കുന്നത് ആരാന്നൊന്ന് അറിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഈ വിളിക്കുന്നത് ആരാ എന്നൊക്കെ നമ്മളോട് ചോദിക്കും അല്ലേ. അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഓക്കെ, ഇപ്പം അല്ലെങ്കിൽ നിങ്ങൾ ചില ആളുകൾ വിളിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെ അങ്ങ് വാതൊരാതെ സംസാരിക്കും. എന്തുകൊണ്ട് വിശേഷം, സുഖമല്ലേ, നാട്ടിലൊക്കെ എന്ത് പറയണമെന്നൊക്കെ നോക്കുമ്പോൾ ഇത് ഏതാ ഈ ആൾ വിളിക്കണേ എന്ന് നമ്മൾ പിന്നെ ചിന്തിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും ഇത് ആരാ വിളിക്കണേ എന്ന് ചോദിക്കല്ലേ. ഇങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക മേ ഐ നോ ഹു ഈസ് ഓൺ ദ ലൈൻ? ഓക്കെ, എങ്ങനെ ചോദിക്കുക? മേ ഐ നോ ഹു ഈസ് ഓൺ ദ ലൈൻ? നിങ്ങൾ ആരാന്ന് അറിഞ്ഞോട്ടെ. ചില ആളുകൾ ഞാൻ ചോദിക്കുന്നുണ്ട് ഹു ഈസ് ഇറ്റ്, ഹു ആർ യു എന്നൊക്കെ ചോദിക്കും. അത് ഒട്ടും മാനേഴ്സ് ഉള്ള ഒരു കാര്യമല്ല കേട്ടോ. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചോദിക്കണം. മേ ഐ നോ ഹു ഈസ് ഓൺ ദ ലൈൻ? ഞാൻ ആരാന്നൊന്ന് അറിഞ്ഞോട്ടെ. അല്ലാണ്ട് നീ ആരാ എന്നെ വിളിക്കാൻ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളായിരിക്കും. അപ്പം അതുകൊണ്ട് വളരെ നീറ്റായിട്ട് ഡീസൻ്റ് ആയിട്ട് ഇതിങ്ങനെ ചോദിച്ചേക്കണം. എങ്ങനെ? മേ ഐ നോ ഹു ഈസ് ഓൺ ദ ലൈൻ? ഓക്കെ, മേ ഐ നോ ഹു ഈസ് ഓൺ ദ ലൈൻ. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു വിചാരിക്കും. ഓക്കെ,
അപ്പം നമുക്ക് കേട്ടില്ല, നമുക്ക് മനസ്സിലായില്ല. ഓക്കെ, ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ എപ്പോഴും പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ കേൾക്കാതിരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഈ ആളുകളെല്ലാം ചിലപ്പോൾ ട്രാവലിംഗ് ആയിരിക്കാം, ചിലപ്പോൾ അവരായിരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് നെറ്റ്വർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, റേഞ്ച് ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ടെലിഫോണിക് കോൺവെർസേഷൻസ് ഒക്കെ പ്രോപ്പർ അല്ലാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനായിക്കോട്ടെ, ഒരു ടെലികോളറുടെ അടുത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിക്കോട്ടെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു സംഗതി ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറയാവോ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറയാവോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ക്യാൻ യു റിപ്പീറ്റ് ഇറ്റ്? Okay, can you repeat it? Okay, ഒന്നുകൂടെ ഒന്ന് പറയാമോ? Can you repeat it? Can you repeat it? It was not clear for me. Can you repeat it? അതെനിക്ക് ക്ലിയർ ആയിരുന്നില്ല കേട്ടോ, ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? Can you repeat it? അല്ലെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് ഒന്നുകൂടെ നമുക്ക് പൊളൈറ്റ് ആക്കാം. നമുക്ക് പറയാം, സോറി, can you repeat it? സോറി, can you repeat it? ഒരു സോറി കൂടെ പറയാം അല്ലേ? ചിലപ്പോൾ ഇതേപോലെ അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ഒരു സോറി പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇനി ഇതിനും വളരെ പൊളൈറ്റായിട്ട് പറയാൻ പറ്റുന്ന മറ്റൊരു സെൻറ്റൻസ് ഉണ്ട്, മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. എങ്ങനെയാണെന്നറിയോ? I beg your pardon. I beg your pardon. Okay, I beg your pardon എന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല കേട്ടോ, ഒന്നുകൂടെ ഒന്ന് പറയാവോ എന്ന് ചോദിക്കുന്നതാണ്. ഇങ്ങനെ I beg your pardon. ഓക്കെ, ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളുടെ അടുത്താണ് ഈ സംസാരം എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് പറയാം pardon. ഓക്കെ, pardon. ഓക്കെ, പാടാനല്ല കേട്ടോ, നമ്മൾ പറയുന്നത് എന്താ? പാഡൻ. ഓക്കെ, പാഡൻ. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ, നിങ്ങൾ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ല, ഒന്നുകൂടെ ഒന്ന് പറയണം കേട്ടോ എന്നാണ് പറയുന്നത്. ഇങ്ങനെ പാഡൻ. അപ്പോൾ എപ്പോഴും ഇൻ്റർവ്യൂസ് ഒക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്, അവർ പറയുന്നത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക, സോറി, ക്യാൻ യു റിപ്പീറ്റ് ഇറ്റ് എന്ന് ചോദിക്കുന്നതിനേക്കാളും ഐ ബെഗ് യുവർ പാഡൻ എന്ന് പറയുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. ഓൾറൈറ്റ്, അപ്പോൾ 10-12 സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ സെൻറ്റൻസസ് എല്ലാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എഴുതിയെടുക്കാൻ മറക്കരുത്, പ്രാക്ടീസ് ചെയ്യാൻ അതിലും മറക്കരുത്. കൂടെ വെറുതെ ഫോണൊക്കെ എടുത്തിട്ട് കസ്റ്റമർ കെയറിലേക്ക് ആയാലും കുഴപ്പമില്ല, വിളിച്ചിട്ട് ഇംഗ്ലീഷിൽ അങ്ങ് ഈ സെൻറ്റൻസസ് ഒക്കെ പറഞ്ഞേക്കണം. നമുക്ക് പ്രാക്ടീസസ് ആണ് ആവശ്യമുള്ളത്. നിങ്ങൾ വോഡോഫോണിൻ്റെയോ എയർടെലിൻ്റെയോ ആമസോണിൻ്റെയോ ആരുടെയെങ്കിലുമൊക്കെ കസ്റ്റമർ കെയറിൽ വിളിച്ച് ഇതുപോലെ ലാംഗ്വേജ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. റെഡി? അപ്പോൾ മറ്റൊരു അടിപൊളി ലാംഗ്വേജ് ലേണിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ലിൻഡ്.